गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ सहना भवतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിൽ 7-ാം അധ്യായത്തിൽ 14 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. 13 ശ്ലോകം. അവസാനം പറഞ്ഞു, ത്രിഭിർഗുണമയൈഹി ഭാവൈഹി ഏഭിഹി സർവമിദം ജഗത് മോഹിതം. ഏഭിഹി ത്രിഭിർമയ ഗുണൈഹി ഭാവൈഹി. ഈ 3 ഗുണങ്ങളുടെ ഭാവങ്ങളാൽ ജഗത് മോഹിതം, ജഗത്ത് മോഹിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ജഗത്ത് എന്നുള്ളത് കേവലം ലോകത്തെ, ലോകങ്ങളെ, പ്രപഞ്ചത്തെ കുറിക്കുന്ന വാക്ക് മാത്രമല്ല, സകല ജീവരാശിയെയും കുറിക്കുന്ന വാക്കാണ്. ചലനാത്മകമായത് എന്തുണ്ടോ എല്ലാം. ഈ 3 ഗുണങ്ങളാൽ, സത്വരജസ് തമോ ഗുണങ്ങളാൽ, അഥവാ ഈ ഗുണങ്ങളുടെ ഭാവങ്ങളാൽ. അപ്പോൾ സത്വത്തിൻ്റെ, രജസിൻ്റെ, തമസിൻ്റെ ഭാവങ്ങൾ വ്യത്യസ്തങ്ങളാണ്. അവയെക്കുറിച്ച് ചില സൂചനകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. ഇനി വിശദമായിട്ട് 14, 17, 18 അധ്യായങ്ങളിൽ കൂടുതൽ വിശദമായി പഠിക്കും. എന്തൊക്കെയാണ് 3 ഗുണങ്ങളുടെ കാര്യങ്ങൾ, അവയുടെ ഭാവങ്ങൾ എന്തൊക്കെയാണ്, ഈ വക വിഷയങ്ങൾ 14-ാമത്തെ അധ്യായത്തിലാണ് ഏറ്റവും വിശദീകരിക്കുന്നത്. പിന്നെ 17-ലും 18-ലും ഉണ്ട്. സാമാന്യമായി നമ്മൾ ചിന്തിച്ചു മുൻഭാഗത്ത് എന്തൊക്കെയാണ് ത്രിഗുണങ്ങളെന്ന്. അത് 12-ാമത്തെ ശ്ലോകത്തിൽ ഏചൈവ സാത്വികാ ഭാവാഹ രാജസാഹ താമസാശ്ചയേ മത്ത ഏവ ഇതി താൻ വിദ്ധി എന്ന് പഠിച്ചു. 12-ാമത്തെ ശ്ലോകം. ഇവിടെയാണ് വാസ്തവത്തിൽ ഈ ഗുണങ്ങളെക്കുറിച്ച് ആദ്യമായി അവതരിപ്പിക്കുന്നത് ഗീതയിൽ. ഇതിനു മുമ്പ് ഗുണകർമ്മ വിഭാഗത്തിനനുസരിച്ച് ചാതുർവർണ്ണ്യം സൃഷ്ടമാണെന്നും മറ്റും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗുണങ്ങളെക്കുറിച്ചുള്ള അവതരണം ഇവിടെയാണ് തുടങ്ങുന്നത്. പക്ഷെ ഇതിൻ്റെ വിശദീകരണം ഇവിടെ ഇല്ല. വിശദീകരണം നമുക്ക് 14, 17, 18 അധ്യായങ്ങളിലേ കിട്ടുള്ളൂ. അപ്പോൾ 12-ാം ശ്ലോകത്തിൽ സാത്വികങ്ങളും രാജസികങ്ങളും താമസികങ്ങളുമായ ഭാവങ്ങൾ യാവയാണോ അവ എന്നിൽ നിന്ന് തന്നെയാണ് എന്ന് പഠിച്ചു. എന്നിട്ടാണ് 13-ാം ശ്ലോകത്തിൽ പറയുന്നത്, ഈ ഭാവങ്ങളാൽ, സത്വരജസ് തമോ ഗുണഭാവങ്ങളാൽ ജഗത്ത് മോഹിക്കപ്പെടുന്നു. അതുകൊണ്ട് എന്താ ഗുണം, എന്താ ദോഷം? ഏഭ്യഃ പരം അവ്യയം മാം ന അഭിജാനാതി. ഇവയ്ക്ക് ഉപരിയുള്ള പാരമാർത്ഥികമായ എൻ്റെ ഭാവത്തെ അറിയുന്നില്ല. ഇവയുടേതായ മേഖലകളിൽ നമ്മൾ കുടുങ്ങുന്നു എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ വളരെ സുഖിയാണ്, ഞാൻ വലിയ വിദ്വാനാണ്,
എനിക്ക് വളരെ സുഖമാണ് എന്നും മറ്റുള്ള വൃത്തികളും ചിന്തകളും സത്വം ജനിപ്പിക്കുന്നു. അല്ലെങ്കിൽ ക്രിയാപരതയിൽ, ദുഃഖത്തിൽ ഒക്കെ രജസ് ഘടിപ്പിക്കുന്നു. ആലസ്യത്തിൽ, മോഹത്തിൽ ഒക്കെ തമസ് ഘടിപ്പിക്കുന്നു. അതാണ് ഞാനെന്ന് കരുതി ജീവിക്കുന്നു. അപ്പം ഏഭ്യപരം, ഇവയ്ക്ക് ഉപരിയുള്ള, ഈ ത്രിഗുണത്തിന് ഉപരിയുള്ള തൻ്റെ സ്വരൂപത്തെ അറിയുന്നില്ല. ഇതാണ് 13-ാം ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചത്. അതിൻ്റെ ഭാഷ്യസഹിതം പഠിച്ചു. തുടർന്ന് 14-ാം ശ്ലോകം. കഥം പുനഃ ദൈവീം ഏതാം ത്രിഗുണാത്മികാം വൈഷ്ണവീം മായാം അതിക്രാമന്തി ഇത് ഉച്യതേ. അടുത്ത ശ്ലോകത്തെ ഭഗവാൻ ഭാഷ്യകാരൻ അവതരിപ്പിക്കുകയാണ്. കഥം പുനഃ ദൈവീം ഏതാം ത്രിഗുണാത്മികാം വൈഷ്ണവീം മായാം അതിക്രാമന്തി ഇതി ഉച്യതേ. അപ്പോൾ ഇവിടെ ചോദ്യം, ഏതാം ത്രിഗുണാത്മികാം വൈഷ്ണവീം മായാം കഥം അതിക്രാമന്തി. ഏതാം എന്ന് പറഞ്ഞാൽ ഇവളെ ആരെ? ദൈവീം, ഈ ദൈവിയെ. ആരെ? ത്രിഗുണാത്മികയെ, സത്വ രജ സ്തമോ ഗുണാത്മികയെ. ആരെ? വൈഷ്ണവീം, സർവവ്യാപിയായിരിക്കുന്നതിനെ അഥവാ വിഷ്ണു സംബന്ധിയായിരിക്കുന്നതിനെ. മായാം, മായയെ. അപ്പോൾ പൂർണ്ണമായി, അർത്ഥം പൂർണ്ണമായി. ഈ മായയെ, എങ്ങനെയുള്ള മായയെ? ത്രിഗുണാത്മികയും വൈഷ്ണവിയുമായ മായയെ എങ്ങനെ അതിക്രമിക്കും? ഇതാണ് ചോദ്യം. ഇപ്പം ജഗത്ത് മുഴുവൻ മോഹിതരാണെന്ന് പറഞ്ഞു. ഇപ്പം ജഗത്ത് മുഴുവൻ മോഹിതരാണെന്ന് പറഞ്ഞാൽ ആർക്കും അതിക്രമിക്കാൻ വഴിയില്ല എന്നാണ് അർത്ഥം. ആരും അതിക്രമിക്കുന്നില്ല എന്നാണ് അർത്ഥം. അപ്പം ആരും അതിക്രമിക്കുന്നില്ല എങ്കിൽ പിന്നെ ശാസ്ത്രത്തിന് പ്രസക്തിയില്ല, ഗുരുവിന് സ്ഥാനമില്ല, സാധനയ്ക്ക് സ്ഥാനമില്ല, എല്ലാം വ്യർത്ഥമാണ്. ആരും അതിക്രമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അല്ലേ, അത് പൊതുവെ നമ്മളൊരു സംഭാഷണത്തിൽ പോലും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ചില വേദിയിലൊക്കെ ചില ആൾക്കാർ പറയും ഇന്നത്തെ സമൂഹത്തിന് ഒരു സംസ്കാരവും ഇല്ല എന്ന് പറയും. അപ്പം തന്നെ പരിപാടി നിർത്തിണീറ്റ് പോരണം. കാരണം എന്താ? ഒരു സംസ്കാരം ആർക്കും ഇല്ല വെച്ചാൽ പറയുന്ന ആൾക്കുമില്ല, കേൾക്കുന്ന ആൾക്കുമില്ല, പിന്നെ എന്തിനാ ഇരിക്കണത് കേൾക്കണത്? അല്ലേ, ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആരും തന്നെ ഈ മായ അതിക്രമിക്കുന്നില്ല എങ്കിൽ പിന്നെ ശാസ്ത്രത്തിനോ സാധനയ്ക്കോ ഗുരുവിനോ സമ്പ്രദായത്തിനോ ഒന്നും ഒരു അർത്ഥമില്ല എന്ന് വന്നു. കാരണം ഇതം ജഗത് സർവമോഹിതം എന്നാ പറഞ്ഞത്. ഈ ജഗത്ത് മുഴുവൻ മോഹിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അപ്പം ആരും അതിക്രമിക്കുന്നില്ലേ? ചോദ്യം. ഇല്ലെങ്കിൽ ശാസ്ത്രം വെറുതെയാണ്. ഈ ഗീതോപദേശം ഇവിടെ നിർത്താം. അങ്ങനെയല്ല. അപ്പം പിന്നെ ആരാണ് ഈ മായ അതിക്രമിക്കുന്നത്? എങ്ങനെയാണ് അതിക്രമിക്കുന്നത്? ആരാണ് അതിക്രമിക്കണമെന്ന് അറിയുന്നതിനേക്കാൾ പ്രധാനം എങ്ങനെയാണ് അതിക്രമിക്കുന്നത് എന്നറിയുന്നതാണ്. അതിനുള്ള ഉപായം എന്താണ്? കാരണം ഉപായത്തിലൂടെ മാത്രമേ നമുക്ക് ഉപായത്തെ പ്രാപിക്കാൻ പറ്റൂ. ആ ഉപായത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് 1000 വീഴ്ച പറ്റട്ടെ. 2 ഉപായം ഉണ്ടെങ്കിൽ 2 വഴിക്ക് നോക്കാം. 3 ഉപായം ഉണ്ടെങ്കിൽ 3 വഴിക്ക് നോക്കാം. ഒരു ഉപായമുള്ളൂ വെച്ചാലോ അത് തന്നെ ചെയ്യാൻ പറ്റൂ. ആ ഉപായം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു. ഉപായം നിലനിൽക്കുന്നുവെങ്കിൽ നമുക്ക് വീണ്ടും ശ്രമിക്കാം. വീണ്ടും പരാജയപ്പെട്ടു, വീണ്ടും ശ്രമിക്കാം. ഒന്നിലധികം ഉപായമുണ്ടെങ്കിൽ ഒരു ഉപായത്തിൽ പരാജയപ്പെട്ട വേറൊരു ഉപായം നോക്കാം. ഇതാണ് സാമാന്യ യുക്തി.
അപ്പം എന്താണ് ഉപായം? ആ ഉപായം അറിഞ്ഞാൽ ആ വഴിയിലൂടെ സഞ്ചരിക്കാം. ഒന്ന്, അല്ലെങ്കിൽ തീരുമാനിക്കാം ഈ മായാമോഹത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട ആവശ്യമില്ലാന്ന് തീരുമാനിക്കാം. രണ്ട് വഴിയേ ഉള്ളൂ. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ജഗത്ത് മുഴുവൻ മോഹിതരാണെന്ന് പറഞ്ഞാൽ ഞാനായിട്ട് എന്തിനാ ഇപ്പോൾ രക്ഷപ്പെടുന്നത്? മോഹിതനായിട്ട് എനിക്കും കഴിയാം. മോഹത്തിൻ്റെതായൊരു സുഖമുണ്ട്. ഇല്ലേ? മോഹത്തിൻ്റെതായൊരു സുഖമുണ്ട്, അതിൽ കഴിയാം. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും എങ്ങനെയാണോ ജീവിതം സുഖദുഃഖാദി ദ്വന്ദ്വങ്ങളായിട്ട് കഴിയാം. അപ്പം പിന്നെ ഇതിന് രക്ഷപ്പെടാനുള്ള പരിശ്രമമോ ചിന്തയോ ഇല്ല. ഇനി വേറൊരു വിഭാഗം ശാസ്ത്രത്തിൽ പ്രവർത്തിക്കുന്നവർ എന്താണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്നന്വേഷിക്കുന്നു. ആ അന്വേഷണമാണ് കഥം പുനഃ ദൈവീമേതാം ത്രിഗുണാത്മികാം വൈഷ്ണവീ മായാമതിക്രാമന്തി. എങ്ങനെയാണ് ഈ ത്രിഗുണാത്മികയായ വൈഷ്ണവി മായയെ അതിക്രമിക്കുന്നത്? ഇത് ഉച്യതേ പറയുന്നു. അതിനുള്ള ഉപായമാണ് പറയുന്നത്. എന്താണ് ഉപായം? എന്താണ് മായാതരണത്തിനുള്ള ഉപായം? പറയുന്നു. ദൈവീ ഹേഷാ ഗുണമയേ മമ മായാ ദുരത്യയാ മാമേവ യേ പ്രപദ്യന്തെ മായാമേതാം തരന്തി തേ. ദൈവീ ഹേഷാ ഗുണമയേ മമ മായാ ദുരത്യയാ മാമേവ യേ പ്രപദ്യന്തെ മായാമേതാം തരന്തി തേ. ദൈവീ ഹി ഏഷാ ഗുണമയീ മമ മായാ ദുരത്യയാ. അപ്പം എങ്ങനെയാണ് ഇതിനെ അതിക്രമിക്കുന്നത് എന്ന് ചോദ്യം വന്നപ്പോൾ വളരെ എളുപ്പമാണെന്ന് വിചാരിച്ച് ആടും ചാടി കയറേണ്ട വണ്ടിയിൽ എന്ന് വിചാരിച്ചിട്ട് പറയുകയാണ് ഇത് വളരെ പ്രയാസമാണ്. ദുരത്യയാ, ആരെ അത്യയം ചെയ്യുന്നത്, തരണം ചെയ്യുന്നത് വളരെ ദുഃഖകരമാണോ, ദുഃഖപ്രദമാണോ, ദുഃഖദമാണോ, അതാണ് ദുരത്യയാ. വളരെ ക്ലേശമാണ് ഈ മായയെ തരണം ചെയ്യാൻ. അതാണ് ആദ്യം പറയുന്നത്. മമ മായ ദുരത്യയ, എൻ്റെ മായ തരണം ചെയ്യാൻ വളരെ പ്രയാസമാണ്. കാരണം ആരെങ്കിലും എളുപ്പമെന്ന് വിചാരിച്ച് ചാടി പിടിച്ച് പോന്നിട്ട് പിന്നെ വിഷമാവും. അപ്പം ആദ്യമേ ക്ലേശം പറയുകയാണ്. എന്താ കാരണം? ഏഷാ ഗുണമയീ, ഇവൾ ഗുണമയിയാണ്. ഇപ്പം ഗുണമയിയാണെന്നുള്ളത് നമ്മൾ എവിടെ ബന്ധിപ്പിക്കണം? തൊട്ട് മുൻപത്തെ ശ്ലോകത്തിൽ ഘടിപ്പിക്കണം. തൊട്ട് മുൻപത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ത്രിഗുണഭാവങ്ങളാൽ ഈ ജഗത്ത് മുഴുവൻ മോഹിതമാണെന്ന് പറഞ്ഞു. ജഗത്ത് മുഴുവൻ മോഹിതമാണെന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് മുതൽക്ക് ഇങ്ങോട്ടുള്ള സകല സൃഷ്ടികളും ഈ ഗുണമയമാണ്. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, അവിടെ നിങ്ങോട്ട് സകല ജീവരാശികളും, അത് ദേവന്മാരാകട്ടെ മനുഷ്യന്മാരാകട്ടെ തിര്യക്കുകളാവട്ടെ, എല്ലാം അതിൽ വന്നു. സർവം ജഗത് എന്ന് പറഞ്ഞപ്പോൾ എല്ലാരും വിട്ടിട്ടില്ല. എല്ലാം ത്രിഗുണാത്മികമാണ്. അതുകൊണ്ട് പറയുകയാണ് ഗുണമയ്യായ മായ തരണം ചെയ്യപ്പെടാൻ പ്രയാസമാണ്. കാരണം എല്ലാവരും ഈ വലയ്ക്ക് ഉള്ളിലാണുള്ളത്. ഉള്ളിലുള്ളവർക്ക് രക്ഷപ്പെടാൻ പണിയാണ്. അങ്ങനെ ഘടിപ്പിക്കണം അതിന്. ഇപ്പൊ സത്വ രജസ് തമോ ഗുണങ്ങൾ. തമോ ഗുണം മോഹത്തിലും ആലസ്യത്തിലും പ്രമാദത്തിലും
പരദൂഷണത്തിലും ഇല്ലേ, അങ്ങനെയുള്ള ഭാവങ്ങളിൽ നമ്മളെ തളയ്ക്കും. രജസ്സാണെങ്കിൽ ക്രിയാപരതയിൽ, വളരെ ഉത്സാഹത്തിൽ. അതേ സമയത്ത് അനുഭവമായിട്ട് ദുഃഖങ്ങൾ ഏറ്റുവാങ്ങി. അങ്ങനെ പല പ്രവർത്തനങ്ങളിൽ, സേവാ പ്രവർത്തനങ്ങളിൽ, ലോക നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ അങ്ങനെ മുഴുകും നമ്മൾ. സത്വഗുണാണെങ്കിലോ അറിവിൽ പഠിക്കുക, പഠിപ്പിക്കുക, ശാന്തിയുടെ മാർഗങ്ങൾ തേടുക, സുഖത്തിനുള്ള വഴി, ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള അഭിമാനം, അങ്ങനെയൊക്കെ. എല്ലാവരും ഏതെങ്കിലും കൊടുക്കലാണ്, ഞാൻ കൊടുക്കുന്ന രക്ഷപ്പെടാനാണെന്നുള്ള കൊടുക്കൽ അവിടെ പെടും. അതൊരു കൊടുക്കുക തന്നെ. ജ്ഞാനസംഗേന ബധ്നാതി എന്ന് ഗീതയിൽ കുറച്ച് കഴിഞ്ഞാൽ പറയാൻ പോകുന്നുണ്ട്. ജ്ഞാനസംഘത്താൽ കൊടുക്കും, അറിയാനായിക്കൊണ്ട് ഞാനിതൊക്കെ ഇന്നൊക്കെ രക്ഷപ്പെടാനുള്ള പരിശ്രമത്തിലാണ് ഇത് എന്നൊക്കെ അതിൽ കൊടുക്കും. അപ്പം അതുകൊണ്ട് ഈ ഗുണമയ്യായിരിക്കുന്ന മായ എളുപ്പമല്ല. അതിലേറ്റവും തമാശയായിട്ടുള്ളൊരു ദൃഷ്ടാന്തം ഏത് പുരാണത്തിലുള്ളതാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ശ്രീരാമകൃഷ്ണദേവൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്, ഒരു പ്രാവശ്യമൊന്നുമല്ല പല പ്രാവശ്യം പറയുന്നതാണ്. അതായത് വിഷ്ണു പന്നിയായിട്ട് അവതരിച്ചു, അത് കഴിഞ്ഞ് പന്നിക്ക് പത്നിയായി, കുട്ടികളായി, അങ്ങനെ തിരിച്ചു പോകുന്നില്ല എന്നാണ്. ഈ 100 കുട്ടികളും പന്നീൻ്റെ പത്നിക്ക് എന്താ പറയണ്ടേ? പന്നി തന്നെ, പന്നിയും കുട്ടികളായിട്ട് അങ്ങനെ നടക്കുകയാണ്, തിരിച്ചു പോകണമെന്നുള്ള ഓർമ്മയില്ല. അങ്ങനെ ഇന്ദ്രൻ വന്ന് അതെ വജ്രായുധം കൊണ്ട് വന്നു എന്നാണ് കഥയാണ്, വെറും കഥയാണ്. പക്ഷെ അപ്പം പോലും നമ്മൾ എടുത്തിട്ടിട്ടുള്ള കുപ്പായമായിട്ടുള്ള താതാത്മ്യം അറിയാതെ വന്നു പോവുകയാണ്, അറിയാതെ വന്നു പോകും. വിഷ്ണുവിൻ്റെ കഥ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ കഥ എങ്ങനെയാണ്? ഇപ്പോൾ സത്വരജസ് തമോ ഗുണങ്ങൾ, ഈ ഗുണങ്ങളോട് കൂടിയതാണ് ലോകം. അതുകൊണ്ട് ഈ ഗുണങ്ങളെ അതിക്രമിക്കുക ഒട്ടും എളുപ്പമല്ല. ഓരോന്ന് നമ്മളൊക്കെ ഓരോരുന്നിൽ കുടുങ്ങിക്കിടക്കും. ഞാൻ നിങ്ങളുടെയൊക്കെ കുടുക്ക് വിടുത്താമെന്നും പറഞ്ഞിട്ട് കുടുങ്ങിക്കിടക്കും. അതാണ് കുടുക്ക്, എല്ലാവർക്കും കുടുക്ക് തന്നെയാണ്. അതെ, ഓരോരുത്തരുടെ കുടുക്ക് അവരവർക്കല്ലേ അറിയുള്ളൂ അല്ലേ? പിന്നെ മറ്റൊരാളെ അറിയിക്കാണ്ട് കൊണ്ടുവന്നെടുത്താണ് നമ്മൾ സമാധാനമായിട്ട് ഇരിക്കുന്നത്, അത്രയേ ഉള്ളൂ. ഒന്നല്ലെങ്കിൽ മറ്റൊരു കുടുക്ക് എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഏതെങ്കിലും തരത്തിൽപ്പെട്ട കൊടുക്കുണ്ടാവും. അതിൽ എന്താ പറയേണ്ടത്, രാജസിക പ്രകൃതികളാണെങ്കിൽ ഞാൻ കുടുങ്ങിയോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അത്രയേ ഉള്ളൂ. സാത്വിക പ്രകൃതികളാണെന്ന് വെച്ചാൽ അത് കടിച്ചമർത്തി ഉള്ളിൽ വയ്ക്കും. കുടുക്കെല്ലാവരും കുടുങ്ങി കിടക്കുക തന്നെയാണ്. അതാണ് എന്തെങ്കിലും ഒരു പുലിവാല് അല്ലേ എല്ലാവർക്കും ഉണ്ടാവും. ഒരു തരത്തിൽപ്പെട്ട വാല് കൊടുക്കില്ലാത്ത ആൾക്ക് വേറൊരു തരത്തിൽപ്പെട്ടതിൽ കൊടുക്കും, അല്ലെങ്കിൽ വേറൊരു തരത്തിൽപ്പെട്ടതിൽ കൊടുക്കും. ഒരാൾ മറ്റേയാളെ കുറ്റം പറയും, മറ്റേയാളെ കുറ്റം പറയും, അത്രയേ ഉള്ളൂ. ഇതാണ് ലോകം.
അതുകൊണ്ട് ഗുണമയി എന്ന് പറഞ്ഞ വാക്ക് വളരെ ശ്രദ്ധിക്കുക. മമമായ ദുരത്യയ, തരണം ചെയ്യാൻ വളരെ പ്രയാസകരമാണ്. ഇതിപ്പോൾ ഭഗവാൻ ഉപദേശിച്ചു തരുന്നു അർജുനനിലൂടെ നമുക്ക്. ഭഗവാൻ കുടുങ്ങി കിടക്കണതോ എത്ര വലിയ കുടുക്കുകളിലാണ് ഭഗവാൻ കുടുങ്ങിയിട്ടുള്ളത്. പക്ഷേ ഭഗവാൻ എല്ലാത്തിനെയും ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നേരിടാൻ കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവസാനം വരെ മക്കളും മഹാത്മാക്കളെ അപമാനിച്ച് ശാപമേറ്റുവാങ്ങി അവർ പൊരുത തല്ലുമ്പോൾ ഭഗവാനും കൂടിയിട്ടുണ്ട് തല്ലില്. മഹാഭാരതം വായിച്ചു നോക്കൂ. ഭഗവാൻ മാറി നിൽക്കുകയല്ല ഇത്. ആ തല്ലിൽ ഭഗവാനും കൂടിയിട്ടുണ്ട്. പിന്നെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ മൂപ്പര് മാറിയിട്ട് ഒരു സ്ഥലത്ത് പോയി കിടന്നതാണ്. അപ്പോഴാണ് അമ്പ് കൊണ്ടതൊക്കെ. പക്ഷേ ആദ്യം തൊട്ട് അവസാനം വരെ പുഞ്ചിരിയോടുകൂടി ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഇവിടെ ആരിലാണ് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നത്? ചോദ്യം. ഇവിടെ വിശ്വസിക്കാൻ നമുക്ക് ശാസ്ത്രം മാത്രമേ ഉള്ളൂ. അതെ, സത്വത്തിൻ്റെ ഉള്ളിൽ വരുന്നല്ല പറയണത്. സത്വം വിരൽ ചൂണ്ടി കാണിക്കുകയാണ്. തീർച്ചയായിട്ടും പറഞ്ഞാൽ ശരിയാണ്. ശാസ്ത്രവും സത്വത്തിനുള്ളിൽ വരും. അതും ഈ കുടുക്കിൻ്റെ ഉള്ളിൽ പെട്ടത് തന്നെയാണ് ശാസ്ത്രവും. പക്ഷേ അതിനെ ആശ്രയിക്കുന്നത് മാത്രമേ വഴിയുള്ളൂ. അല്ലാണ്ട് വഴിയില്ല. അറിയാതെ നമ്മൾ ശാസ്ത്രം എന്നുള്ള തലത്തിൽ നിന്ന് വ്യക്തി എന്നുള്ള തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നാളെ നമുക്ക് വിഷമം ഉണ്ടാവും. കാരണം ആരാണ് ഈ കുടുക്കിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുള്ളത്, ആരാണ് കൊടുക്കുന്ന രക്ഷപ്പെട്ടത് നമുക്കറിയില്ല. അതുകൊണ്ടാണ് ശാസ്ത്രത്തിനെയും ഗുരുവാക്യത്തെയും ഏകഭാവത്തിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. ശാസ്ത്രത്തെ ശ്രദ്ധയോടുകൂടി സ്വീകരിക്കാം, അതിൽ യാതൊരു സന്ദേഹവും. അത് പറഞ്ഞു തരുന്ന വ്യക്തി ശാസ്ത്ര സ്വരൂപനാണെന്ന് അർത്ഥമില്ല. അയാൾ കാണിക്കുന്ന വഴി ശാസ്ത്രമാണ്, അത് നമുക്ക് പിൻപറ്റാം. ചിലപ്പോൾ കാണിക്കുന്ന വ്യക്തി ലക്ഷ്യത്തിലെത്തിയ ആളാവില്ല, പക്ഷേ ആ വാക്യം കേട്ടാൽ നമുക്ക് ലക്ഷ്യത്തിലെത്താം. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മമമായ ദുരത്തെയ, തരണം ചെയ്യാൻ വളരെ പ്രയാസമാണ്. അപ്പം പിന്നെ എന്താ ഉപായം? ഇത് പ്രയാസമാണെന്ന് പറയാനാണെങ്കിൽ ശാസ്ത്രം വേണം. അവിടെയാണ് മറുപടി പറയുന്നത്, മാം ഏവ യേ പ്രപദ്യന്തേ ഏതാം മായാം തേ തരന്തി. എന്നെ തന്നെ ആര് ശരണം പ്രാപിക്കുന്നുവോ അവർ ഈ മായയെ തരണം ചെയ്യുന്നു. എന്നെ തന്നെ. അവിടെ അടിവരയിടേണ്ട വാക്ക് ഏവ എന്നതാണ്. എന്നെ തന്നെ, ഏവ. അപ്പം എന്നെ ശരണം പ്രാപിക്കണമെങ്കിൽ എൻ്റെ സ്വരൂപം എന്തെന്നറിയണം. എൻ്റെ സ്വഭാവം എന്തെന്നറിയണം. അപ്പം എൻ്റെ സ്വരൂപം സ്വഭാവം എവിടുന്നാന്ന് ശാസ്ത്രം മാത്രമാണ് അറിയിക്കുന്നത്.
വേറെ ആരും അറിയിക്കുന്നില്ല. വേദാന്ത ശാസ്ത്രം മാത്രമാണ് ആത്മസ്വരൂപബോധകമായിട്ടുള്ളത്. അവിടെയാണ് ശാസ്ത്രത്തിൻ്റെ പ്രസക്തി വരുന്നത്. അങ്ങനെ ആര് ഈശ്വരനെ തന്നെ ശരണം പ്രാപിക്കുന്നുവോ, ആര് പരമാത്മാവിനെ തന്നെ ശരണം പ്രാപിക്കുന്നുവോ, അവിടെ തന്നെ എന്നുള്ള വാക്കിൻ്റെ അനേക അർത്ഥങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. അനന്യ ശരണത. അവിടെ എന്നെ രക്ഷിക്കണേന്നൊന്നുമില്ല. രക്ഷിക്കണേന്ന് വന്നപ്പോൾ പ്രാർത്ഥനയായി, അതുപോലെ ശരണാഗതിയല്ല. എന്തോ ഒരു കാര്യസാധ്യത്തിനുള്ള പ്രാർത്ഥനയായി അവിടെ. അപ്പം ആ ഏവ എന്നുള്ളത് എന്നെ തന്നെ എന്നുള്ള തന്നെ നല്ലപോലെ വിചാരവിധേയമാക്കണം. എന്നെ തന്നെ ആര് ശരണം പ്രാപിക്കുന്നുവോ, അന്യാശ്രയങ്ങളില്ലാതെ, അന്യ ലക്ഷ്യങ്ങളില്ലാതെ, അന്യമാധ്യമങ്ങളില്ലാതെ, ഇത് പറയാൻ വളരെ എളുപ്പമാണ്. കാരണം സാത്വികവും രാജസികവും താമസികവുമായ പലതിനെ നമ്മൾ ശരണം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. ഏതുപാധിയിലൂടെ ആയാലും ഏത് ഈ ഉപാധി എന്ന് പറഞ്ഞാൽ സ്ഥൂല ശരീരം മാത്രമല്ലല്ലോ ഉപാധി. സ്ഥൂല സൂക്ഷ്മ ദേഹങ്ങളൊക്കെ ഉപാധികളല്ലേ. അതിലൂടെയൊക്കെ നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. മനസ്സുകൊണ്ട് ആശ്രയിക്കുന്നു, ബുദ്ധി കൊണ്ട് ആശ്രയിക്കുന്നു, ഇന്ദ്രിയങ്ങളെ കൊണ്ട് ആശ്രയിക്കുന്നു, സ്ഥൂല ശരീരത്തെ കൊണ്ട് ആശ്രയിക്കുന്നു. ഞാൻ ബാഹ്യമായി ഒന്നിനെ ആശ്രയിക്കുന്നില്ല എന്നൊരു ബുദ്ധിയെ ആശ്രയിക്കുന്നു. അതെ, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ഇന്ന രോഗം മാറ്റിത്തരണേ, കുറച്ചും കൂടി ഉയർന്ന് എന്നെ ഈ സംസാരത്തിൽ നിന്ന് രക്ഷിക്കണേ, എന്തും പ്രാർത്ഥന തന്നെയാണ്. അവിടെ പ്രപത്തി അല്ലെങ്കിൽ ശരണാഗതി എന്നുള്ളതിൽ നിന്ന് അപ്പുറത്തായിട്ട് മറ്റൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ശരണം എന്ന് പറഞ്ഞാൽ ശരണത്ത് കഴിഞ്ഞു. സ്വരൂപബോധത്തിൽ, പരമാത്മബോധത്തിൽ അവിടെ ഏകീഭവിച്ചു. അവിടെ മറ്റൊന്നും പ്രാർത്ഥിക്കുന്നില്ല. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുന്ന തെറ്റാന്നാണോ പറയണത്? ഒരിക്കലും തെറ്റാന്ന് പറയണില്ല. തെറ്റെന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. എന്താ തെറ്റ്? ലോകത്തിൽ എന്താ തെറ്റുള്ളത്? തെറ്റൊന്നുമില്ല. മറിച്ച് ഈ ഏവ എന്നുള്ളതിൻ്റെ അർത്ഥം നല്ലപോലെ വിചാരം ചെയ്യണം എന്നാ പറഞ്ഞത്. മാം ഏവ ഏ പ്രപദ്യന്തേ, യാവരാണോ പ്രാപിക്കുന്നത്. 18-ാം അധ്യായത്തിൽ പറയാൻ പോകുന്നുണ്ട് അവസാനം. അതിപ്പോൾ അവിടെ പറയാൻ പാടില്ല എങ്കിലും സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ. അവിടെ സർവാധർമാൻ പരിത്യജ്യ അല്ല, സർവധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് എന്നെ ശരണം പ്രാപിക്കുന്നല്ല. സർവധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് സാത്വിക രാജസിക താമസികങ്ങളായ സകല ധർമ്മങ്ങളെയും കർത്തവ്യവിശേഷങ്ങളെയും താദാത്മ്യങ്ങളെയും എല്ലാം അതിക്രമിച്ച് ഏകമാണ്, അദ്വയമാണ് സത്യമെന്ന ബോധത്തിൽ ശരണം വ്രജ. തേ മായാം തരന്തി, അവർ മായയെ തരണം ചെയ്യുന്നു. അല്ല, മായികമായതിനെ നമ്മൾ എത്ര ആശ്രയിച്ചാലും
തരണമാവില്ല. നമ്മൾ 18-ാം അധ്യായത്തിൽ ഈ വിഷയം വീണ്ടും ചർച്ചയ്ക്ക് വരുന്നുണ്ട്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. എങ്ങനെ? ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയ തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത് പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. അവിടെയാണ് ഇത് വിശദീകരിക്കുന്നത്. അപ്പം എന്നെ തന്നെ ശരണം പ്രാപിക്കൂ എന്ന് പറഞ്ഞു. എന്നെ തന്നെ ശരണം പ്രാപിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? എവിടെയാണുള്ളതെന്നറിയണം. ഒരാളെ ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എവിടെയാണുള്ളതെന്നറിയണം. അപ്പം എവിടെയെന്ന് പറഞ്ഞു? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഹേ അർജുന, ഈശ്വരൻ എല്ലാ ജീവജാതികളുടെയും ഹൃദയത്തിൽ നിവസിക്കുന്നു. അപ്പം എവിടെയെന്ന് പിടികിട്ടി? അപ്പം അവിടെ ശരണം പ്രാപിക്കണം. അപ്പം എങ്ങനെയാണ്? എന്താ മുമ്പൊരു പരിപാടി? ഭ്രാമയൻ സർവഭൂതാനി, എല്ലാ ഭൂതങ്ങളെയും വട്ടം കറക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. യന്ത്രാരൂഢാനി മായയ, യന്ത്രങ്ങളിൽ ആരൂഢരാക്കിയിട്ട്. യന്ത്രം ശരീരമാണ്. ഈ ശരീരസംഘാതമാകുന്ന യന്ത്രത്തിൽ ആരൂഢരാക്കിയിട്ട് എല്ലാവരെയും വട്ടം കറക്കിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ദേഹതാദാത്മ്യത്തോടു കൂടി നമ്മൾ കഴിയുന്നു. അവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം യന്ത്ര ഊഞ്ഞാലിനെ കുറിച്ച് ചിന്തിച്ചു. ആ കറങ്ങണ യന്ത്ര ഊഞ്ഞാൽ, അതിൽ കയറി പറ്റിയതും അതിൽ കയറിപ്പറ്റിയ സുഖമായിരിക്കുന്നു വിചാരിച്ചതും അവസാനം കഷ്ടപ്പാട് അനുഭവിച്ചതും നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെ മുഴുവൻ അങ്ങോട്ട് പോരുന്ന പോലെയാണ്. മുകളിലുള്ളവർ ഒഴിക്കണ മൂത്രത്തിൽ അഭിഷേകവും എല്ലാം. അതെ, തമാശയല്ല. ഇപ്പം എന്താ ചെയ്യണ്ടേ? അത്രയേ ഉള്ളൂ. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത. വേറെ വഴിയില്ല. അതാണ് തത് സർവധർമാൻ പരിത്യജ്യ എന്ന് പറഞ്ഞു. തമേവ ശരണം ഗച്ഛ, അവനെ തന്നെ ശരണം പ്രാപിക്കണം. അപ്പം മറ്റു ധർമ്മങ്ങളെ ഉപേക്ഷിച്ചാലേ അവനെ തന്നെ ആവുള്ളൂ. അല്ലെങ്കിൽ അവനെ തന്നെയല്ല, അവൻ്റെ കൂടെ പലതും ആവും. അതാണ് ഇതിൻ്റെ വിശദീകരണം. നമുക്ക് 18-ാം അധ്യായം വരെ കാത്തിരിക്കേണ്ടി വരും പഠിക്കാൻ. അപ്പം മാം ഏവയേ പ്രപദ്യന്തേ, എന്നെ തന്നെ ആര് ശരണം പ്രാപിക്കുന്നുവോ തേ ഏതാം മായാം തരന്തി, അവർ ഈ മായയെ തരണം ചെയ്യും. മായികമായതിനെ നമ്മൾ എത്ര ആശ്രയിച്ചാലും മായയെ തരണം ചെയ്യാൻ പറ്റില്ല. ആർക്കധീനമാണോ മായ, ആ മായാവിയുടെ സ്വരൂപം എന്തെന്നറിഞ്ഞ് ശരണാഗതി മാത്രമേ മാർഗമുള്ളൂ. വേറെ മാർഗമില്ല. ഇതാണ് ശാസ്ത്രം പറയുന്നത്. പ്രപത്തി എന്ന് പറഞ്ഞാൽ, ശരിക്ക് പറഞ്ഞാൽ പരിപൂർണമായി പ്രാപിക്കലാണ്. പതനം എന്നുള്ളതും ഒക്കെ പത്തില് ധാതുവിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഗതൗ, പത്തില് ഗതൗ എന്നാണ് ധാതു അർത്ഥം. പതി, പത്നി, എല്ലാ ശബ്ദങ്ങളും അതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഗതി അർത്ഥമാണ്. പരിപൂർണമായുള്ള ഗതിയാണ്. മറ്റൊന്നിലേക്കില്ലാതെ ഒന്നിലേക്ക് മാത്രം ഉറച്ച ഗതിയാണ് ശരണാഗതി, പ്രപത്തി. നോക്കൂ, ദൈവീ ദേവസ്യ മമ ഈശ്വരസ്യ വിഷ്ണോഃ സ്വഭൂതാ ഹി യസ്മാത് ഏഷാ യഥോക്ത ഗുണമയീ മമ മായാ ദുരത്യയ ദുഃഖേന അത്യയഃ അതിക്രമണം യസ്യാഃ സാ ദുരത്യയ തത്ര ഏവം സതി സർവധർമാൻ പരിത്യജ്യ മാമേവ മായാവിനം സ്വാത്മഭൂതം സർവാത്മനാ യേ പ്രപദ്യന്തെ തേ മായാം ഏതാം സർവഭൂതമോഹിനീം തരന്തി അതിക്രാമന്തി
സംസാരബന്ധനാത് മുച്യന്തേ ഇത്യർത്ഥഃ. ദൈവീ ദേവസ്യ മമ ഈശ്വരസ്യ വിഷ്ണോഃ സ്വഭൂത ഹി യസ്മാദ് ഏഷാ യഥോക്ത ഗുണമയീ മമ മായ ദുരത്യയ ദുഃഖേന അത്യയഃ അതിക്രമണം യസ്യാഹ സാ ദുരത്യയ. തത്ര ഏവം സതി സർവധർമാൻ പരിത്യജ്യ മാം ഏവ മായാവിനം സ്വാത്മഭൂതം സർവാത്മനാ യേ പ്രപദ്യന്തെ തേ മായാം ഏതാം സർവഭൂതമോഹിനീം തരന്തി അതിക്രാമന്തി സംസാരബന്ധനാത് മുച്യന്തേ ഇത്യർത്ഥഃ. അപ്പോൾ ദൈവീ ദിവ്യയായിട്ടുള്ള, ഇവിടെ ഭാഷ്യകാരൻ പറയുകയാണ് ദേവസ്യ മമ ഈശ്വരസ്യ, ഈശ്വരനാകുന്ന എൻ്റെ, ദൈവീ എന്നുള്ളതിനർത്ഥം ഈശ്വരനാകുന്ന ദേവനാകുന്ന എൻ്റെ. ദേവൻ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നവൻ, പ്രകാശിപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. പ്രകാശിക്കുന്നവൻ, പ്രകാശിപ്പിക്കുന്നവൻ, അതാണ് ദേവശബ്ദത്തിന് മുഖ്യ അർത്ഥങ്ങൾ. ദ്യോതനാദ് ദേവ, ദീപനാദ് ദേവ, അപ്പോൾ സർവത്തെയും സർവപ്രതിഭാസങ്ങളെയും സർവപ്രപഞ്ചത്തെയും പ്രകാശിപ്പിക്കുന്ന ഈശ്വരനായ എൻ്റെ എന്നാണ് ദൈവീ എന്ന് പറഞ്ഞ അർത്ഥം. അങ്ങനെയുള്ള വിഷ്ണോഹ, വിഷ്ണുവിൻ്റെ, വിഷ്ണു സർവവ്യാപി, വ്യാപകശീലത്തോടൊത്തവൻ, സർവവ്യാപിയായിരിക്കുന്ന എൻ്റെ, സ്വഭൂത, സ്വഭൂത അനന്യ, പ്രത്യേകം ശ്രദ്ധിക്കണം, അനന്യയായിരിക്കുന്ന, സ്വഭൂതയായിരിക്കുന്ന. അവിടെ അനന്യ എന്ന് പറയുമ്പോൾ അനന്യയും അഭിന്നയുമാണ് മായ എന്നുള്ള തത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അനന്യയും അഭിന്നയും. അപ്പൊ പിന്നെ ഭിന്നമായി ചിന്തിക്കുന്നതോ കാര്യാപേക്ഷയിൽ മാത്രമാണ് ഭിന്നമായി ചിന്തിക്കുന്നത്. അതായത് ഈ ജഗത്തിൻ്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇത്യാദി വിഷയങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മാത്രമാണ് ഈശ്വരൻ്റെ മായ, ശക്തി എന്ന് നമ്മൾ ആലോചിക്കുന്നത്. അല്ലാത്ത കാലത്തോളം ഈശ്വരനും മായയും ഭേദമില്ല. അതുകൊണ്ടാണ് അനന്യയാണ്, അഭിന്നയാണെന്ന് പറയുന്നത്. കാര്യാപേക്ഷയിലാണ് അത്. കാര്യാപേക്ഷയിലാണ്. സാമാന്യമായിട്ട് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഈ അഗ്നിയും അഗ്നിയുടെ ചൂടും എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അഗ്നി പറയണം തോന്നണില്ല. നാളെ നല്ല തിളച്ച വെള്ളം കൊണ്ട് പൊള്ളിയപ്പോൾ അപ്പോൾ തിളച്ച വെള്ളം കൊണ്ട് പൊള്ളുന്നത് എങ്ങനെ? അതിൽ അഗ്നി അനുപ്രവേശിച്ചുകൊണ്ടാണ്. അപ്പം അഗ്നിധർമ്മമാണത്, ജലധർമ്മമല്ല. സ്വാമിക്ക് കാപ്പി കൊണ്ട് പൊള്ളി എന്ന് പറയാൻ പാടില്ല. പിന്നെ എന്തുകൊണ്ടാ പൊള്ളിയേ? അഗ്നി കൊണ്ടാണ്, അല്ലാണ്ട് കാപ്പി കൊണ്ട് പൊള്ളില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ജലത്തിലേക്ക് അഗ്നിയുടെ അനുപ്രവേശം കൊണ്ടാണ് ജലം അഗ്നിധർമ്മത്തോട് കൂടിയതായത്. അവിടെ അഗ്നിയും അഗ്നിയുടെ താപവും അഭിന്നമാണോ ഭിന്നമാണോ? അഭിന്നമാണ്. എന്നാൽ കാര്യാപേക്ഷയിൽ
നമ്മൾ പരിഗണിക്കുന്നു, ഭിന്നമെന്ന പോലെ പരിഗണിക്കുന്നു. അതുപോലെയുള്ള മായയും ഈശ്വരനും. സ്വഭൂത, സ്വഭൂതയായിരിക്കുന്നു. സ്വഭൂത ഹി യസ്മാത് മായ ഏഷ യഥോക്ത ഗുണമയീ. ഗുണമയിയാണ്, സത്വരജസ് തമോ ഗുണമയിയാണ്. അങ്ങനെയുള്ള മമ മായ, എൻ്റെ മായ. യാമാന്നൊക്കെ പറയാറുണ്ട് മായയെക്കുറിച്ച്. വാസ്തവത്തിൽ യാതൊരവളാണോ ഇല്ലാത്തത്? ഇല്ലാത്തവൾ എന്ന് പറയണമെങ്കിൽ ഉണ്ടല്ലോ, ഉണ്ടെന്നുള്ള പ്രതീതി, ഉണ്ടെന്നുള്ള അനുഭവം. എന്നാ സദ്ഭിന്നമായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം. സദ്ഭിന്നമായിട്ടില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് മിഥ്യ, മായ തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ ചില സന്ദർഭങ്ങളിൽ പര്യായങ്ങളെ പോലെ ഉപയോഗിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ സദ്ഭിന്നമായിട്ടില്ല, എന്നാൽ ഉണ്ടെന്ന് അനുഭവിക്കപ്പെടുന്നു. അങ്ങനെയുള്ളതായ സ്വഭൂതയായ മായ ദുരത്യയ ദുഃഖേന അത്യയ അതിക്രമണം യസ്യാഹ സാ. വളരെ ദുഃഖത്തോടുകൂടി മാത്രമേ ആരെ അതിക്രമിക്കാൻ കഴിയുള്ളുവോ അവൾ. എളുപ്പമല്ല, എളുപ്പമാണ് മായാതരണം എന്ന് വിചാരിക്കരുത് എന്നർത്ഥം. എന്തുകൊണ്ടെന്നാൽ സകല പ്രപഞ്ചവും ത്രിഗുണമയമാണ്. അതുകൊണ്ട് ത്രിഗുണാത്മികയെ അതിക്രമിക്കുക എളുപ്പമല്ല. ഏതെങ്കിലും ഒന്നിൽ പെട്ടിരിക്കും നമ്മൾ. ഇനി ത്രിഗുണാത്മികമായതിൽ ഇരിക്കുന്ന ലോകത്തിന് ഏതെങ്കിലും ഒന്നിനെ ആശ്രയിക്കാണ്ടൊട്ട് പോവാനും വയ്യ. അതുകൊണ്ട് ഈ മൂന്ന് ഗുണങ്ങളെ ആശ്രയിക്കാണ്ട് പറ്റുമോ ആർക്കെങ്കിലും? ഇല്ല. വലിയ പ്രശ്നമാണ്. അവളെ ആശ്രയിച്ച് അവളെ തന്നെ അതിക്രമിക്കണം. ഇത് വലിയ വിഷയമാണ്. കാരണം അവളെ ആശ്രയിച്ച് അവളെ തന്നെ അതിക്രമിക്കുക എന്ന് പറയുമ്പോൾ അവളതിന് സമ്മതിക്കുമോ? അതുമില്ല. അതിനുള്ളിൽ പെട്ടിട്ടാണല്ലോ ഇപ്പൊ ഇരിക്കണത്. അതല്ലേ ഇല്ലെങ്കിൽ ഇപ്പോൾ ഇതൊന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. തത്രൈവം സതി. അപ്പം അങ്ങനെ ആയിരിക്കെ പിന്നെ എന്താ ചെയ്യുക? ഇതാണ് സ്ഥിതി. ദുരത്തെയാണ്. അപ്പം എന്ത് ചെയ്യും? തത്രൈവം സതി എന്നിരിക്കെ സർവധർമാൻ പരിത്യജ്യ, എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് അതിക്രമിച്ച്, എല്ലാ ധർമ്മങ്ങളെയും അതിക്രമിക്കാന്ന് പ്രസംഗിക്കാൻ വളരെ വളരെ എളുപ്പമാണ്. ഇത്ര പ്രസംഗിക്കാൻ എളുപ്പമുള്ള വിഷയം വേറെ ഇല്ല, പറയാനും കേൾക്കാനും. രാവിലെ ചായ കുടിച്ചിട്ടുണ്ട് അല്ലേ, പലഹാരം കഴിച്ചിട്ടുണ്ട്, അതിൻ്റെ ഉപദ്രവം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ലൈറ്റുണ്ട്, ഫാനുണ്ട്, സുഖമായിട്ട് ഇരിക്കാനുള്ള സീറ്റുണ്ട് അല്ലേ? അതെ. അല്പം കഴിഞ്ഞാൽ വീണ്ടും വെള്ളം കുടിക്കാമെന്നുള്ള
ഉറപ്പുണ്ട്. അപ്പം നമുക്ക് മായാധാരണത്തെക്കുറിച്ച് സന്തോഷമായി ചിന്തിക്കാം. ഇത് പുറത്ത് പോയിട്ട് വല്ല ക്ലാസ് കൊടുക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞാൽ ദക്ഷിണ കിട്ടും എന്നുള്ള ഉറപ്പുണ്ട്. ഇവിടെ അതില്ല അല്ലേ? എന്നാലും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ തരും. അതുകൊണ്ട് മായാധാരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ വളരെ എളുപ്പമാണ്. സർവധർമാൻ പരിത്യജ്യ. മാമേവ മായാവിനം സ്വാത്മഭൂതം സർവാത്മനായേ പ്രപദ്യന്തേ. എന്നെ തന്നെ, മായാവിയെ തന്നെ. അവിടെ ഭാഷ്യകാരൻ നമുക്ക് വഴി തെറ്റാതിരിക്കാൻ വേണ്ടി ഒരു വാക്ക് കൂട്ടിച്ചേർത്തു, സ്വാത്മഭൂതം. സ്വാത്മഭൂതനായിരിക്കുന്ന, താനായിരിക്കുന്ന. അതാണ് 18-ാം അധ്യായത്തിൽ ഈശ്വര സർവഭൂതാനാം ഹൃദയേശ്വരർജുന തിഷ്ഠതി എന്ന് പറഞ്ഞത്. നമ്മൾ ദേവതകളിൽ കുടുങ്ങും, ദേവാലയങ്ങളിൽ കുടുങ്ങും, ആശ്രമങ്ങളിൽ കുടുങ്ങും, പലതിൽ കുടുങ്ങും. പോണ വഴിയിലൊക്കെ കുടുങ്ങും. അത്രയേ ഉള്ളൂ. അതെ. ഇത് മതിയല്ല, മതി. എങ്ങനെ വാങ്ങിച്ചാൽ പിടിച്ചോളൂ. അതിപ്പോ ശൈവവും ശാക്തയും ഒക്കെ ശ്രേഷ്ഠം തന്നെയാണ്. ഒന്നിനെ മോശമെന്ന് പറയുന്നില്ല. ശിവനെ പിടിക്കേണ്ടവർക്ക് ശിവനെ പിടിക്കാം, ശക്തിനെ പിടിക്കേണ്ടവർക്ക് ശക്തിനെ പിടിക്കാം. ഒന്നിനെയും തെറ്റെന്ന് പറഞ്ഞിട്ടില്ല. ഒന്നിനെ ഇവിടെ തെറ്റെന്ന് പറഞ്ഞിട്ടില്ല. പിടിച്ചു നോക്കുക. പക്ഷെ അവിടെ സർവധർമാൻ പരിത്യജ്യ എന്നുള്ളതാണ് വിഷയം. സർവധർമാൻ പരിത്യജ്യ. അതെ, അതാണല്ലോ സ്വാത്മഭൂതം. സ്വാത്മഭൂതമായിരിക്കുന്ന തന്നെ സർവാത്മനായേ പ്രപദ്യന്തേ. സർവാത്മഭാവത്തിൽ യാവരാണോ പ്രാപിക്കുന്നത്, നമ്മൾ സർവാത്മഭാവം എന്നൊക്കെ പറഞ്ഞാലും ഒരു അല്പാത്മഭാവം വേറെ വെച്ചിട്ടുണ്ടാവും അല്ലേ? ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെല്ലാവരും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്ന് ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ. കാരണം സർവാത്മന എന്നുള്ളത് വല്ലാത്തൊരു പദപ്രയോഗമാണ്. യേ പ്രപദ്യന്തേ മായാവിനം സ്വാത്മഭൂതം തേ മായാമേതാം സർവഭൂതമോഹിനീം തരന്തി. അവർ ഈ സർവഭൂതമോഹിനിയായ മായയെ തരണം ചെയ്യുന്നു. സർവഭൂതമോഹിനിയും എന്നവിടെ വിശേഷിപ്പിച്ചിരിക്കുക ഭഗവാൻ ഭാഷ്യകാരൻ. സർവഭൂതമോഹിനിയായ. നമ്മളൊക്കെ ഇപ്പൊ നാമരൂപങ്ങളിൽ ബദ്ധരായിട്ടിരിക്കുന്നു. നാമം, രൂപം. ഒരു നാമം അതിനോട് ബദ്ധത വന്നു എന്ന് കണ്ടപ്പോൾ ആ നാമം മാറ്റി, കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതിനോട് ബദ്ധതയായി അല്ലേ? അതെ. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, പിന്നെ അതും മാറ്റിക്കളയാ പേര്, മൂന്നാമതൊരു പേരിട്ടു. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴോ അതിനോടും താതാത്മ്യായി.
ആരെങ്കിലും സ്വാമി ചിദാനന്ദപുരി പറഞ്ഞ തെറി വിളിക്കുമ്പോഴത്തേക്ക് ദേഷ്യമായി. ചിന്തിക്കുക. അതുപോലെ തന്നെ ആ രൂപവും. ഇത് വലിയ പ്രശ്നമാണ്. നാളെ 2 ആളെ ഇറക്കി വിടേണ്ടി വന്നു യാത്ര ചെയ്യുന്നു. എന്താണ്? നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന്. അപ്പോൾ കാണിക്കുന്നവരൊക്കെ പുറത്തുനിന്ന് കാണിക്കുക, അല്ലാണ്ട് വഴിയില്ല. അകത്തുനിന്ന് കാണിക്കാൻ വയ്യ. ഞങ്ങൾ മോശക്കാരാന്ന് പറയുന്നില്ല, പക്ഷെ ഇത് ആത്മപ്രബോധനത്തിൻ്റെ യാത്രയല്ല, ഇത് ധർമ്മ സന്ദേശയാത്രയാണ്. അതുകൊണ്ട് 2 ആളെ ഇറക്കി വിടേണ്ടി വന്നു. എന്ത് ചെയ്യും? കാരണം നിന്നെ കാണിച്ചു തരാമെന്നാണ്. ഞാൻ ആരെന്ന് നിന്നെ കാണിച്ചു തരാം. അതൊരു പരിധി കഴിഞ്ഞാൽ പിന്നെ വിഷമായില്ലേ? അപ്പോൾ സന്യാസ നാമമാണ്, സന്യാസ വേഷമാണ്, ഒക്കെയാണ്. ഞാൻ നിന്നെ കുറ്റം പറയും, നീ എന്നെ കുറ്റം പറയും. എന്നിട്ട് ഞാൻ പറയണു നിന്നെ ഞാൻ കാണിച്ചു തരാം. വണ്ടി അവിടെ എത്തട്ടെ, അവിടെ അപ്പോൾ കാണിച്ചു തരാം. എന്ത്? അതിന് മുമ്പ് തന്നെ ഇറക്കി വിട്ടാൽ പിന്നെ പ്രശ്നം കഴിഞ്ഞില്ലേ? വേറെ എന്ത് ചെയ്യും? ഇത് മറ്റൊരാളിലേക്കല്ല വിരൽ ചൂണ്ടുന്നത്, നമ്മളിലേക്കാണ്. അതുകൊണ്ട് സർവഭൂതമോഹിനീം എന്ന് ഇതിൽ വിശ്വാമിത്രൻ്റെ തപസ് വളരെ ശ്രദ്ധേയമാണ് രാമായണത്തിൽ. അപ്പോൾ ഓരോന്നിനാൽ ബാധിക്കപ്പെടുമ്പോൾ, ആദ്യം കാമത്താൽ ബാധിക്കപ്പെട്ടപ്പോൾ തിരിച്ചറിവുണ്ടായത് വളരെ വൈകിട്ടാണ്. ഏതായാലും തിരിച്ചറിവുണ്ടായി. അങ്ങനെ തിരിച്ചറിവുണ്ടായപ്പോൾ അടുത്ത ഘട്ടത്തിൽ ക്രോധത്താൽ ബാധിക്കപ്പെട്ടു. ക്രോധത്താൽ ബാധിക്കപ്പെട്ടു, തിരിച്ചറിവുണ്ടായി. ഇനി മേലിൽ ഞാൻ കാമവും ക്രോധവും രണ്ടും തന്നെ ബാധിക്കില്ല എന്നായി. അപ്പോഴാണ് ദയ, ലോകത്തോടുള്ള ദയ, സ്നേഹം, ഒരാളെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോഴുള്ള ദയാവായ്പ്. പിന്നെ അതിനെ അതിക്രമിച്ച് അവസാനമാണ് ബ്രഹ്മർഷി എന്നുള്ള വിളി കേൾക്കാനിടയായത്. എന്നിട്ടോ അതും ചോദ്യം, വലിയ പ്രശ്നമാണ്. എന്താണ്? ആ ചിന്തകൾ കയറി വരുന്നത് നമ്മുടെ വൃത്തികളെ കൊണ്ട്, സംസ്കാരങ്ങളെ കൊണ്ട്. നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം എത്ര ജന്മങ്ങളുടെ സംസ്കാര വിശേഷങ്ങളുണ്ട്. ഒരു സാധകൻ, ഒരു വ്യക്തി, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവനിൽ വിഭിന്നങ്ങളായ വൃത്തികളുണ്ട്. സാധനാനുകൂലമായ വൃത്തിയുണ്ട്, സാധനാ പ്രതികൂലമായ വൃത്തിയുണ്ട്. സാധനാനുകൂലമായ വൃത്തി വളരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മറ്റേയാൾ തല കാണിക്കും, കുറച്ച് വീണ് പോവും, സാരില്ല, അവിടുന്ന് എഴുന്നേറ്റ് പിന്നെയും പോവുക തന്നെ. 10 പ്രാവശ്യം വീണാലും 11ാമത്തെ പ്രാവശ്യം എഴുന്നേൽക്കാം. ആ ദൃഢനിശ്ചയത്തോടു കൂടി മുന്നോട്ട് പോവാം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് സർവഭൂത മോഹിനി എന്ന് പറഞ്ഞത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ജ്ഞാനിനാമപി ചേതാംസി ദേവീ ഭഗവതീ ഹിസ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി എന്ന് ലളിത ദേവി മഹാത്മ്യത്തിൽ സപ്തശതിയിൽ
ജ്ഞാനികളുടെ ചേതസ്സിനെ പോലും ബലപൂർവകം ആകർഷിച്ച് ഈ ദേവി ഭഗവതി മോഹത്തിനായിക്കൊണ്ട് വിടുന്നു. ഇപ്പോൾ ഒന്നിന്ന് രക്ഷപ്പെട്ടാൽ അടുത്തേൽ വീഴും, അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അടുത്തേൽ വീഴും. ആണ് പെണ്ണ് ഇതിലൊക്കെ ആയിരിക്കും ആദ്യം, അത് കഴിഞ്ഞപ്പോൾ പേര് പ്രശസ്തി തുടങ്ങിയവയിലാവും. അങ്ങനെ ഓരോന്നിൽ മഹാമായ പ്രയച്ഛതി. അപ്പം അതുകൊണ്ട് സർവഭൂതമോഹിനിയാണിവൾ. അവളെ തരണം ചെയ്യാൻ ഈ ഒറ്റ ഉപായമേ ഉള്ളൂ, സർവധർമ്മങ്ങളെയും അതിക്രമിച്ച് സ്വാത്മഭൂതമായ തൻ്റെ സ്വരൂപത്തിൽ ഉറച്ചിരിക്കുക. ഇത് വളരെ ലളിതമായിട്ട് ഹൃസ്ഥലേ മനഃസ്വസ്ഥതാക്രിയ ഭക്തിയോഗബോധാശ്ച നിശ്ചിതം എന്ന് ഉപദേശസാരത്തിൽ രമണ മഹർഷി വെളിപ്പെടുത്തുന്നത് ശ്രദ്ധേയമാണ്. ഹൃസ്ഥലത്തിൽ മനസ്സിനെ സ്വസ്ഥമാക്കുക, അതാണ് ക്രിയ, അതാണ് ജ്ഞാനം, അതാണ് യോഗം, അതാണ് ഭക്തി, എല്ലാം അതാണ്. ഭക്തി യോഗബോധാശ്ച, ഭക്തി യോഗവും ബോധവും എല്ലാം അത് തന്നെയാണ്. നിശ്ചിതം, സംശയമില്ല. ഇതേ ഉപായമുള്ളൂ. അവിടെ പിന്നെ ആത്മഭിന്നമായിട്ട് മായ ഇല്ലല്ലോ. ഇരിക്കണം. ശരി. യദി ത്വാം പ്രപന്നാഹ മായാമേതാം തരന്തി കസ്മാത് ത്വാമേവ സർവേന പ്രപദ്യന്തേ ഇതി ഉച്യത്തെ. ഇവിടെ ഒരു ചോദ്യം. യദി ത്വാം പ്രപന്നാഹ മായാം ഏതാം തരന്തി കസ്മാത് ത്വാമേവ സർവേ ന പ്രപദ്യന്തേ ഇതി ഉച്യത്തെ. അപ്പോൾ ഭഗവാനെ, നിന്നെ പരിപൂർണമായി ശരണം പ്രാപിക്കുന്നവർ മായയെ തരണം ചെയ്യുന്നുവെങ്കിൽ, നിന്നെ സ്വാത്മഭൂതനായ നിന്നെ പരിപൂർണമായി ശരണം പ്രാപിക്കുന്നവർ മായയെ തരണം ചെയ്യുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാവരും നിന്നെ ശരണം പ്രാപിക്കാത്തത്? ഇത് വളരെ എളുപ്പമാണല്ലോ നിന്നെ ശരണം പ്രാപിക്കുക എന്നുള്ളത്. എന്തുകൊണ്ട് എല്ലാവരും നിന്നെ ശരണം പ്രാപിക്കുന്നില്ല? ഇതാണ് ചോദ്യം. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം കുടുങ്ങിക്കിടക്കുന്നവർക്കൊക്കെ കൊടുക്കുന്ന രക്ഷപ്പെടണം എന്ന് ആഗ്രഹം ഉണ്ടാവും. എല്ലാവർക്കും ഇല്ല, നല്ല തിരിച്ചറിവുള്ളവർക്ക്. സത്വം രജോ ഗുണം തമോ ഗുണം വർദ്ധിതമായിരിക്കുന്ന അവസ്ഥയിൽ തിരിച്ചറിയില്ല, സമ്മതിച്ചു. അതുകൊണ്ട് അവിടെ ശ്രമവും നടക്കുന്നില്ല, അതും സമ്മതിച്ചു. പക്ഷേ സത്വപ്രധാനികളായവർ എന്തായാലും തിരിച്ചറിയും ഞാൻ കുടുക്കിലാണ് പെട്ടിട്ടുള്ളതെന്ന്. ആ കുടുക്കുന്ന രക്ഷപ്പെടാനുള്ള ഉപായവും അവരാലോചിക്കും. അപ്പം എന്തുകൊണ്ടാണ് നിന്നെ പ്രായേണ ലോകം ശരണം പ്രാപിക്കാത്തത്? ഇത് പ്രസക്തമായ ചോദ്യമാണ്. പിന്നെയും കുടുങ്ങിക്കൊണ്ടേയിരിക്കണം. എന്തുകൊണ്ടാണ്?